തന്നെയാണ് ഐഡിയകൾ പോലത്താണ്. നമ്മൾ അതിന്റെ ബേക്കിൽ നിന്ന് കൊടുത്ത് ഓല് ചെയ്യുന്നത് കാര്യങ്ങൾ ഓല് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. നമ്മൾ പറഞ്ഞ ഓക്കെ നമ്മൾ വെക്കാന്ന് പറഞ്ഞ് വെച്ചത്. ഇത്തവണ ഒരുപാട് സ്ഥലത്ത് കട്ടൗട്ട് ഉണ്ട് അല്ലെ? കട്ടൗട്ടിന് വെറൈറ്റി മാറ്റിയാണ് നമ്മള് കട്ടൗട്ടിൽ നിന്നൊന്ന് മാറ്റി ചിന്തിച്ചാണ് ഇത് വെച്ചത്. ഇത് വേറൊരു മോഡലാണല്ലോ. ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ആരാധക കൂട്ടമായി മാറിയേക്കാം നിങ്ങൾ. നമ്മള് ഓൾറെഡി ലോക ഒരു ഇത് മൊത്തം ശ്രദ്ധിച്ചാണ് കഴിഞ്ഞ വേൾഡ് കപ്പിന്. നമ്മുടെ നാട്ടിലെ പ്രവാസികള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ നടന്നു പോകേണ്ടത് ഇത്. അങ്ങനെയാണല്ലേ? ഇപ്പൊ എല്ലായിടത്തും അറിയാം നിങ്ങളുടെ ഈ കാര്യം. അതെ, പുള്ളാവർ ഇപ്പൊ ഓൾറെഡി ഫേമസ്. ഇപ്പൊ പുള്ളാവർക്കാരെ മുകളിൽ എന്ത് വെക്കാന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മളിപ്പോ ഇത് വെച്ച് ഇതിന്റെ മുകളിൽ ബാക്കിയുള്ളവർ വെക്കട്ടെ. തൃശ്ശൂർ പൂരത്തിന് കുട വെക്കുന്ന പോലെ അല്ലെ? അടുത്ത ടീം ഏത് കുട വെക്കുന്നുള്ളത് നോക്കാം. പറഞ്ഞ് നമ്മളിത് ബുക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ ആരെങ്കിലും ബുക്കെങ്കിലും നമ്മൾ നോക്കാം. ഇതാണ് ഇതിന്റെ മുകളിൽ ആരും വരുമല്ലോ? ഇല്ല, ഇതിന്റെ മുകളിൽ പരിപാടിയില്ല. ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ കഴിഞ്ഞ തവണ ചില ഈ ആൾക്കാരൊക്കെ വന്നില്ലേ, ഈ പുഴയ്ക്ക് തടസ്സം ഉണ്ടാകും. ഇത്തവണ അങ്ങനെ ഇല്ലല്ലോ, തടസ്സമില്ല. ഇപ്പൊ നല്ലോണം വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. ഇപ്പൊ നല്ല വെള്ളമുള്ള സമയമാണല്ലോ. അപ്പൊ ഒഴുക്കുന്ന തടസ്സമൊന്നും വരേണ്ട ചാൻസ് ഇല്ല. കഴിഞ്ഞ ആവശ്യമില്ലാത്ത വിവാദമൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല, ബുദ്ധിമുട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ആ വിവാദം ആയത് അനുകൂലമായിരിക്കാം. കാരണം അതുകൊണ്ട് ഇത് ഫേമസ് കാര്യങ്ങളൊന്നും നമ്മളെ അങ്ങനെ ഉണ്ടായി. ഇത്തവണ നമുക്ക് ആരും ഒന്നും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്ത്. അങ്ങനല്ലേ, വോട്ടിംഗ് പിടിച്ച് 11 കളിക്കാരുണ്ട്, ഒരു കളിക്കാർ മാത്രമല്ല എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്രാവശ്യം സർപ്രൈസ് ആയിട്ട് ചെയ്തത്. സർപ്രൈസ് ആയിരുന്നു. ആരെന്റെ കളിക്കാരനാരാ പറഞ്ഞോടിക്ക്? കളിക്കാരനാരാ? ഇനി ആരാളാ? മെസ്സി അല്ലേ? പറഞ്ഞൂടെ. എങ്ങനെയുണ്ട് ഇത്തവണ സാധ്യതകൾ? എങ്ങനെ കാണുന്നു അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട്. നല്ല 11ആണ്, നല്ല സ്കോഡാണ്. കപ്പടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 70% കപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അർജന്റീന ആരാധകരുടെ പ്രതീക്ഷ. ഇത്തവണ കപ്പടിക്കും എന്ന് തന്നെയാണ്. നമുക്ക് മറുവശത്തേക്കൊക്കെ പോകാം. അവിടെയും കുറച്ച് ആരാധകർ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഈ നെയ്മറിന്റെ കട്ടൗട്ട് ഉയർത്തിയ ആളുകളാണ് അവർ. ബ്രസീലിന്റെ ആരാധകരായ ആളുകളുമുണ്ട്. പുള്ളാവരിപ്പം വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ അർജന്റീനയുടെ ആരാധകരാണ് ഇവിടെ ഏറിയ പങ്കും. ബ്രസീലുകാരും ഉണ്ടോ? ഇല്ല, ഇവിടെ ഫുള്ളായിട്ട് ബ്രസീലുകാർ തന്നെയാണ്. അർജന്റീനക്കാർ കുറവാണ്. നെയ്മറിന്റെ വലിയ കട്ടൗട്ട് അത് ഏറ്റവും വലുത് ഞങ്ങളതാണ്. ആൾക്കാരാണ് അവരൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. നോക്കി ഇവിടെയുള്ള ആൾക്കാരല്ല. 60% പുറത്താണ്, 40% നാട്ടുകാരാണ് പോലെ അർജന്റീനക്കാര്. ഞങ്ങൾ നാട്ടുകാരാണ്. ഇനി അടുത്ത എന്തായാലും നിങ്ങൾ വെക്കുന്നുണ്ടോ? ഇല്ല, നമ്മളിത് ഇന്നലെ പൂരം കഴിഞ്ഞ് പിന്നെ ഇന്ന് അവർ വെക്കുമ്പോൾ നമ്മൾ നാട്ടുകാരാണ് അതിന്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഇത് വന്നതാ. കാരണം ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാലോ. അത് നമ്മൾ നോക്കണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മള് നാട്ടുകാരാകുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടാവല്ലോ. ആ സപ്പോർട്ട് എന്തിനു വന്നോളൂ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയത് അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുമിച്ച് കളിക്കുന്നവരുമാണ്. ഈ അർജന്റീനക്കാരും ബ്രസീലുകാരും ഒക്കെ ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇത്തവണ ബ്രസീലിന്റെ ചാൻസ് എങ്ങനെയാണ്? അത് വലിയ പഴയ പ്രതാപത്തിലൊന്നും ഇല്ലല്ലോ. നോക്കേണ്ടിയല്ലേ നിങ്ങള്? ഉറപ്പിച്ചോളൂ. ബ്രസീലിന് സാധ്യതയുണ്ടെന്നെങ്കിലും ഫുൾ സാധ്യത തന്നെ. ശക്തമായ ടീമാണ്. ഇല്ല, പഴയ ആൾക്കാരുണ്ട്. ഇപ്പൊ പുതിയ ആളുകളാണല്ലോ. എന്ത് തോന്നിയേട്ടാ ഇത്തവണ കപ്പടിക്കാൻ പറ്റുമോ? കപ്പടിക്കും, തീർച്ചയായും. 2002 ഞങ്ങൾ തപ്പി വന്ന ടീമാണ്. കപ്പ് അടിച്ചാൽ ഞങ്ങൾ പോയത്. ഇത് ഈ പ്രാവശ്യം ഞങ്ങൾ തപ്പിയാ വന്നത്. കപ്പടിച്ച് ഞങ്ങൾ പോകും. ഇത്തവണ മെസ്സി കളിക്കുന്നുണ്ട്. മെസ്സി 40 വയസ്സായ കളിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? കളിക്കാൻ ഫുട്ബോൾ 36 നിർത്തണം. ലാസ്റ്റ് ടൈം 36 ഫുട്ബോളിന്റെ. വിരമിച്ചാളെ 17 പ്രാവശ്യം വിരമിച്ച ആളല്ലേ? പ്രാവശ്യം വിരമിച്ച് കളക്ടർ പോയിക്കോട്ടെ. എല്ലാ വർഷവും കിട്ടോളം വിരമിക്കണമെന്ന് വിചാരിച്ചതായിരിക്കും. കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോ ഇതിൽ ഇറങ്ങാന്ന് വിചാരിച്ചായിരിക്കും. 2 കപ്പടിക്കുക എന്നുള്ള നേട്ടത്തിനടുത്താണ് നിൽക്കുന്നത്. അത് ബ്രസീൽ നേരത്തെ നിലനിർത്തി പോകുന്നതാണ്. അതിപ്പോ നിങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് റൗണ്ട് പുറത്തായ കപ്പ് കിട്ടൂലല്ലോ. ഫസ്റ്റ് റൗണ്ട് പുറത്താണ്. ഈ റൊണാൾഡോയുടെ റൊണാൾഡോയും അവസാന വേൾഡ് കപ്പ് മിക്കവാറും വരും. റൊണാൾഡോയും വരും. 3 പേരും നിൽക്കും. ഇവർക്കൊക്കെ യാത്രാ കൊടുക്കണല്ലോ വയസ്സായവർക്കൊക്കെ. അതിനാണ് ഒരു പരിപാടി. വയസ്സായ താരങ്ങൾക്ക് എല്ലാവർക്കും യാത്രാ നടത്തുകയാണ്. എല്ലാവർക്കും മുഖ്യ ഇവിടെ 40 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവർക്കും.
എന്തായാലും ഇതാണ് പുല്ലാവൂരിന്റെ സ്പിരിറ്റ്. എല്ലാ ടീമിന്റെ ആളുകൾ ഇവിടെ ഉണ്ട്. ബ്രസീലിന്റെ ആളുകളുണ്ട്, അർജന്റീനയുടെ ആളുകളുണ്ട്, പോർച്ചുഗലിന് പോലും ആളുകളുണ്ട്. ഇനി പോർച്ചുഗലിന്റെ ആരാധകർ അല്ലെങ്കിൽ പോലും റൊണാൾഡോയുടെ ഒരു കട്ടൗട്ട് താങ്കൾ ഉയർത്തും. കാരണം പ്രായമായ ആളുകളാണല്ലോ, കളിയൊക്കെ നിർത്തി പോകാനുള്ള അവരെ ആദരിക്കാനായി വെക്കുമെന്നാണ് പറയുന്നത്. അങ്ങേയറ്റം സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ ഈ കാര്യങ്ങളെ കാണുന്ന ആളുകളുമാണ്. ഇത്തവണയും ഇത് വീണ്ടും ഒരു ചരിത്രമാകാൻ പോവുകയാണ്. കൂടുതൽ കട്ടൗട്ടുകൾ വരും ദിവസങ്ങളിൽ ഈ പുഴയിൽ എത്തുക തന്നെ ചെയ്യും. അനീഷിന്റെ ആരാധകർ സൂചിപ്പിച്ചതുപോലെ പ്രായമാർക്കുള്ള യാത്രയപ്പാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പ്രായം കൂടുതൽ, 41 വയസ്സ്. ലയണൽ മെസ്സിക്ക് 38 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു പക്ഷേ ക്രിസ്ത്യാനോയുടെ പ്രായം നോക്കുകയാണെങ്കിൽ ഒരു ലോകകപ്പ് കൂടെ പിടിക്കാം. എന്താണെങ്കിലും തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഫുട്ബോൾ ഫുട്ബോളും തുടരുകയാണ്. ഈ തവണ ലോകകപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, അത് നിയമത്തിലാവട്ടെ നടപടിക്രമങ്ങളാവട്ടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിഫ ലോകകപ്പ് ആരാധകരിലേക്ക് തവണ എത്തിയത്. ഈ പുതിയ മാറ്റങ്ങൾ ഫുട്ബോൾ കളത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് ഫുട്ബോൾ ആരാധകർക്ക്. ലോകത്തെ ഫുട്ബോൾ ആരാധകർ ഒരേപോലെ കൗതുകത്തോടും ആകാംക്ഷയോടും ഉറ്റുനോക്കുകയാണ് പുതിയ മാറ്റങ്ങളിലേക്ക്. പുതിയ നിയമങ്ങൾ കാൽപന്ത് കളിയുടെ താളം തെറ്റിക്കുമോ എന്നത് മാത്രമാണ് ആശങ്ക. ഫിഫ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ പ്രധാനം അത് ത്രോയിനിലാണ്. 5 സെക്കൻഡ് കൗണ്ട് ഡൗണോടെയാണ് ത്രോയിൻ. 5 സെക്കൻഡിനകം ത്രോ ചെയ്തില്ലെങ്കിൽ അവസരം നഷ്ടമാകും. എതിർ ടീമിന് ത്രോയിൻ ലഭിക്കാനും വഴിവെക്കും. ഗോൾ കിക്കിലും 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 5 സെക്കൻഡിനകം കളി പുനരാരംഭിച്ചില്ലെങ്കിൽ എതിർ ടീമിന് കോർണർ അവസരം ലഭിക്കും. പ്ലെയർ സബ്സ്റ്റിറ്റ്യൂഷനിലുമുണ്ട് സമയക്രമീകരണം. 10 സെക്കൻഡ് സമയം മാത്രമാണ് തിരികെ കയറാനുള്ള സാവകാശം. റഫറി സബ്സ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചാൽ 10 സെക്കൻഡിനകം പ്ലെയർ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലാത്തപക്ഷം പുതിയതായി ഇറങ്ങുന്ന താരത്തിന് 1 മിനിറ്റ് പ്ലേ ടൈം നഷ്ടമാകും. പരിക്കുകൾ സംഭവിച്ചാൽ ഫിസിയോയുടെ സഹായം ഇനി മുതൽ ഗ്രൗണ്ടിന് പുറത്താണ്. ഗോൾ കീപ്പർ നേരിടുന്ന പരിക്ക്, ഗുരുതരമായ പരിക്കുകൾ, റെഡ് കാർഡിന് ഇടയാക്കുന്ന സന്ദർഭങ്ങൾ എന്നിവ ഒഴികെയുള്ള സാഹചര്യങ്ങളിൽ 1 മിനിറ്റ് ഗ്രൗണ്ടിന് പുറത്ത് ചികിത്സ തേടാം. കാർഡുകൾ നൽകുന്നതിലുമുണ്ട് മാറ്റങ്ങൾ. തർക്കങ്ങൾക്കിടയിൽ വായ മൂടിപ്പിടിക്കുന്നത് റെഡ് കാർഡിനിടയാക്കും. കോർണറുകൾ നൽകുന്നതിലും വാർ പരിശോധന ഏർപ്പെടുത്തി. കോർണറുകൾ അനുവദിച്ചാൽ VAR ചെക്കിങ്ങിന് വിധേയമാക്കാൻ എതിർ ടീമിന് അവസരമുണ്ട്. മാത്രമല്ല കളത്തിന് പുറത്താകുന്ന 2ാം മഞ്ഞക്കാർഡ് നേരിടുന്ന ഘട്ടത്തിലും വാർ ചെക്കിംഗ് ആവശ്യപ്പെടാം. മത്സരങ്ങൾക്കിടയിലെ അനാവശ്യ പ്രകോപനങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം സമയകൃത്യത പാലിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഫിഫയുടെ ഈ ചുവടുവയ്പ്പുകൾ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഈ ലോകകപ്പിനായി USA-ലും മെക്സിക്കോയിലും ഒക്കെ എത്തിയ താരങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശാസ്ത്രലോകം. എന്താണ്? കടുത്ത ചൂട്, അന്തരീക്ഷത്തിൽ ഈർപ്പം, ഇതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ആരോഗ്യ മേഖലയിൽ വിദഗ്ധർ പറയുന്നത്. ലോകത്തെ മികച്ച ഫുട്ബോൾ താരങ്ങൾ ഒരുമിക്കുന്ന ഈ ലോകകപ്പ് അങ്ങനെ കഴിവിന്റെ മാത്രമല്ല ശാരീരിക ക്ഷമതയുടെയും സഹനശേഷിയുടെയും ഒക്കെ പരീക്ഷണ വേദിയായി മാറി. ആതിഥേയ രാജ്യങ്ങളായ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ ഉയർന്ന താപനില പല ടീമുകൾക്കും ആശങ്കയാണ്, പ്രത്യേകിച്ചും യൂറോപ്യൻ ടീമുകൾക്ക്. തണുത്ത കാലാവസ്ഥയിൽ കളിക്കാൻ ശീലിച്ച യൂറോപ്യൻ ടീമുകൾക്ക് കടുത്ത ചൂടിൽ മത്സരിക്കേണ്ടി വരുമ്പോൾ അത് വലിയ വെല്ലുവിളിയായേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. ന്യൂജേഴ്സി, കാൻസസ് സിറ്റി, ഫ്ലോറിഡ തുടങ്ങിയ ലോകകപ്പ് വേദികളിൽ 30 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് രേഖപ്പെടുത്തുന്നത്. നോർവേ പോലുള്ള ടീമുകൾ 12 ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ശരാശരി 15 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള യുറഗ്വായ്ക്കും ചൂട് കടുത്ത വെല്ലുവിളിയാണ്. ലോകകപ്പിലെ ഏറ്റവും ചൂടേറിയ വേദികളിലൊന്നായ മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിൽ യുറഗ്വായ്ക്ക് മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. കായികക്ഷമതയുള്ള അത്ലറ്റുകളെ പോലും തളർത്താൻ ഈ കടുത്ത താപനില കാരണമായേക്കുമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. The players are fortunately very fit, and so they'll be used to working very hard. But what this heat will do is will increase the difficulty of exercising at the same intensity. For the same exercise intensity, it could be 160. So they're not working any harder, but their body has to work harder to deal with that.
The reason is because it's going to send blood to the skin, try and get rid of heat. That's going to be coupled with an increase in sweat rate to try and get rid of the heat. So we have this increase in physiological strain, but then we also have this potential impact with hypohydration or dehydration. So the players might be becoming hypohydrated. പകൽ സമയങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. വൈകുന്നേരങ്ങളിലും 27 ഡിഗ്രി സെൽഷ്യസിനടുത്ത് ചൂട് തുടരുന്നത് താരങ്ങളുടെ കായികക്ഷമതയെ ബാധിച്ചേക്കാം. ചൂട് മാത്രമല്ല, കാലാവസ്ഥയിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും ടീമുകൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു. ന്യൂജേഴ്സിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തു. ചൂടിന്റെ ആഘാതം കുറയ്ക്കാൻ മത്സരങ്ങൾക്കിടയിൽ 3 മിനിറ്റ് നീളുന്ന നിർബന്ധിത ഹൈഡ്രേഷൻ ബ്രേക്കുകൾ ഫിഫ ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ വേദികളിലെത്തി കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ പല ടീമുകളും ശ്രമിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റ, ഹൂസ്റ്റൺ പോലുള്ള നഗരങ്ങളിൽ എയർ കണ്ടീഷൻഡ് സ്റ്റേഡിയങ്ങൾ ഉണ്ടെങ്കിലും മയാമിയിലോ മെക്സിക്കോ സിറ്റിയിലോ എത്തുന്ന ആരാധകർക്ക് പുറത്തെ ചൂട് നേരിടേണ്ടി വരും. സ്റ്റേഡിയത്തിനുള്ളിലെ 20 ഡിഗ്രി തണുപ്പിൽ നിന്ന് പുറത്തെ 40 ഡിഗ്രി ചൂടിലേക്ക് ഇറങ്ങുന്ന ആരാധകർക്ക്, പ്രത്യേകിച്ചും ശാരീരികക്ഷമത കുറഞ്ഞവർക്ക് ഈ താപനില വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. സാഹചര്യം മുൻകൂട്ടി കണ്ട് ഫിഫ പ്രത്യേക ഹീറ്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും മെഡിക്കൽ അടിയന്തര പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പ് മത്സരം, അത് മത്സരങ്ങൾ ഇതിഹാസ താരങ്ങളുടെ വിടവാങ്ങൽ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാകുമെന്നാണ് നമ്മുടെ സ്വന്തം ഹെഡ്മാസ്റ്റർ മുഹമ്മദ് റാഫി പറയുന്നത്. ഭൗതിക സാഹചര്യങ്ങളും പരിശീലന സൗകര്യമൊക്കെ ഒരുക്കിയാൽ ഭാവിയിൽ ലോകകപ്പ് കളിക്കാനുള്ള ആ സ്വപ്നം, ഇന്ത്യയുടെ സ്വപ്നം, അത് പൂവണിയുമെന്നും മുഹമ്മദ് റാഫി ന്യൂസ് 18നോട് പങ്കുവച്ചു. ഫുട്ബോളിലൂടെ തൃക്കരിപ്പൂരിന്റെ പേര് ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആളാണ് മുഹമ്മദ് റാഫി. നമ്മോടൊപ്പം മുഹമ്മദ് റാഫി ചേരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ ഫുട്ബോളിന്റെ ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ് റാഫി ഇതിനെ? തീർച്ചയായും നമുക്ക് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, അതുപോലെ ഫ്രാൻസ്, എല്ലാ സ്ഥലത്തും നമുക്കിപ്പം അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ കട്ടൗട്ടറും അതുപോലെ വേറെ ബാൻഡറും, അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഒരു ആവേശത്തിൽ, എല്ലാവരും ആവേശത്തിലാണ്. അപ്പം നമുക്ക് ഭയങ്കര ആവേശം. ഇപ്പം നമ്മുടെ നാട്ടിലാണ് തൃക്കരിപ്പൂരാണെങ്കിലും എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ടീമിൻ്റെ കട്ടൗട്ടറും അതുപോലെ ഫ്ലാഗും ഒക്കെ വെച്ചിട്ടേ ഉള്ളത്. നല്ലൊരു ആവേശത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇത്തവണ പറയുമ്പോൾ ഏറ്റവും ഒരു പ്രധാനം, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, ഒരു പക്ഷേ അവരുടെ അവസാനത്തെ ഒരു മാച്ച് ആയിരിക്കും. അത് എത്രത്തോളം കായിക പ്രേമികൾക്ക് ഈ പ്രാധാന്യമാണ് ഈ ഒരു വേൾഡ് കപ്പ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ വേൾഡ് കപ്പ് ഒരാളും മിസ് ചെയ്യരുത്. നേരിട്ട് പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ടി വിയിൽ എന്തായാലും തീർച്ചയായും കാണാം. ഈ 3 പേരും ഇതിഹാസങ്ങളാണ്. ഈ 3 പേരും ഈ വേൾഡ് കപ്പോട് കൂടി എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് കപ്പ് മിസ്സായി കഴിഞ്ഞാൽ അത് നമ്മളെ ലൈഫിലുള്ള വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 പേരെ മാച്ചും പരമാവധി എല്ലാ മാച്ചും കാണാൻ നോക്കുക. ഇങ്ങനെയുള്ളൊരു വേൾഡ് കപ്പ് നമുക്ക് തന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഈ 3 ആളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, കേരളത്തിലായാലും വേൾഡിലാണെങ്കിലും നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇവരെ 3 പേരും ഡിഫറെൻറ്റ് രീതിയിലുള്ള ശൈലിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മെസ്സിനെയാണ്. അപ്പോൾ മെസ്സിൻ്റെ ഒരു ടാലൻറ്റും കാര്യങ്ങൾക്കും വേറെയാണ് റൊണാൾഡോ, അതുപോലെ നെയ്മർ. അപ്പോൾ ഈ 3 പേര് മാച്ചസും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഈ വേൾഡ് കപ്പിൽ നോക്കാം. ശരിയാണ്, ഇതിഹാസങ്ങൾ 3 പേരുണ്ട്, ഒരുപാട് കളിക്കാരും ഉണ്ട്. ആരായിരിക്കും ഇത്തവണ ഈ കപ്പ് തോക്കുക, ലോക കിരീടം ആർക്ക് നേടും, ആരായിരിക്കും മികച്ച പ്ലെയർ ആവാൻ? അങ്ങനെ റാഫിക്ക് വ്യക്തിപരമായ ആരെയാണ്? തീർച്ചയായിട്ടും ഞാൻ അർജന്റീനയെന്ന് കാണുന്നു. ഞാൻ വെച്ചാൽ ഇന്നലെ രാവിലെ ഞാനൊരു അർജന്റീന ഐസ്ലാൻഡിലെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാച്ച് ഞാൻ ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഫുള്ള് കളിച്ചത് ഒരു 11 പ്ലേയേഴ്സ് കളിച്ചതും യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മളെ അർജന്റീനൻ്റെ. സെക്കൻഡ് ഹാഫാണ് മെസ്സിയും പേട്രോ അവരെല്ലാം വന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡും നല്ല സ്ക്വാഡാണ്. അതുപോലെ എല്ലാ ടീമും അതേപോലെ നല്ല സ്ക്വാഡുണ്ടാവും. ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ, ഫ്രാൻസ് ആണെങ്കിൽ, ബ്രസീൽ ആണെങ്കിൽ, പോർച്ചുഗൽ ആണെങ്കിൽ എല്ലാവർക്കും നല്ല സ്ക്വാഡുണ്ട്. ഇവർ തമ്മിലുള്ള മാച്ചസ് വരുന്ന അന്നത്തെ ദിവസം ആരായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോളാക്കുന്നത്, ആ ടീമായിരിക്കും വിചാരിക്കുക. അപ്പം നമ്മളിപ്പോൾ അർജന്റീനയെ സപ്പോർട്ട് ചെയ്ത് അന്നൊന്നും കളിച്ചിട്ടില്ല, അർജന്റീന തോറ്റതിൻ്റെ കൊണ്ട് നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല. അന്നത്തെ മാച്ചസ് ക്രൂഷ്യൽ ആണെങ്കിൽ അന്നത്തെ മാച്ച് നമ്മൾ ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ കളിച്ച് ജയിച്ചു കഴിഞ്ഞാലേ നമുക്ക് വരാൻ പറ്റും. പക്ഷേ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചാണ്. നമുക്ക് ഇന്ന ആൾ ജയിക്കും. നമുക്ക് എൻ്റെ ഒരു മനസ്സിൽ മീൻസ് അർജന്റീന
കുറച്ചും കൂടി ബെറ്ററാണ്. ഈ മെസ്സി പിന്നെ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ടീമിന് ഭയങ്കര പേടിയാകും. അപ്പോൾ ആ ഒരു രീതി മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷവും അർജന്റീന തന്നെ കൊണ്ടുപോകാൻ ചാൻസ്. മറ്റേ രാജ്യങ്ങൾ ഈ കളിക്കാർക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു, അവർക്ക് പാരിതോഷികം കൊടുക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഇന്ത്യയിൽ വരുമ്പോൾ കളിക്കാർക്ക് വേണ്ട പ്രോത്സാഹനം അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെ അത്തരം സാധ്യതകൾ നമുക്ക് ഇന്ത്യയിൽ നൽകുന്നുണ്ട്? എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ ഫുട്ബോൾ പ്ലേയേഴ്സിന് ഒരുപാട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ജോലിയുണ്ട്, കുറച്ച് പേർക്കേ ജോലി കിട്ടാത്തുള്ളൂ. ഈവൻ എനിക്കായാലും ഹെൽത്തിലാണ് ജോലി. പക്ഷേങ്കിൽ ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഞാൻ മാച്ചസ് വന്നപ്പോൾ പോയതാണ്. അപ്പോൾ എന്നെ ടെർമിനേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ അത് കഴിയുന്നതോളം എല്ലാ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രതീക്ഷയുണ്ട്. അപ്പം ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ട് എനിക്ക് ജോലി കിട്ടി, എൻ്റെ അനിയന് സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ട് ജോലി കിട്ടി. അപ്പോൾ അതുപോലെ ഇല്ല പ്ലേയേഴ്സ് ഒരുപാട് സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ടില്ല, അതുപോലെ യൂണിവേഴ്സിറ്റി കളിച്ചവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് നോക്കുന്നുണ്ട്. ഫുട്ബോൾ പ്ലേയേഴ്സിന് ഏകദേശം ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പം ഇതൊരു നമുക്ക് ഇപ്പം മറ്റേ ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ച് അവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടില്ല. നമ്മൾ ഫുട്ബോൾ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയത്. അപ്പം ഇത് നല്ലൊരു തന്നെയാണ് നമുക്ക് നമ്മളെ കരിയറിൽ. എന്തായാലും മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഇത്തരത്തിലുള്ള ഏറെ ആരാധകരുള്ള കളിക്കാരുള്ള ഒരു അവസാനത്തെ മാച്ചായിരിക്കുമെന്നാണ് മുഹമ്മദ് റാഫി ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെയൊക്കെയാണ് ഈ ഫുട്ബോൾ പരമാവധി കാണാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ സാധ്യത അത് ഇനി ഏതായാലും എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നമുക്ക് ഇതിൽ നിന്നും പറയാൻ സാധിക്കുന്നില്ല. തൃക്കരിപ്പൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. മറഡോണയുടെ കാലം മുതൽ തന്നെ താൻ അർജന്റീനിയൻ ഫാനാണെന്നാണ് നടൻ ടീനി ടോം പറയുന്നത്. ഇക്കുറിയും അർജന്റീന കപ്പ് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെസ്സിക്ക് പകരം വെക്കാൻ മറ്റൊരു കളിക്കാരനില്ല എന്നും ടീനി ടോം. കൊച്ചി കറുകപ്പള്ളിയിൽ ഫുട്ബോൾ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ടീം. ലോകകപ്പിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് മാറുമ്പോൾ എവിടെയും ആരവങ്ങൾ തന്നെയാണ്. നമുക്കൊപ്പം ടിനി ടോം കൂടി ചേരുന്നു. ടിനി, ചോദിക്കണ്ട ഏതാ ടീമെന്ന് ചോദിക്കണ്ടല്ലോ. നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ട്. പക്ഷെ അർജന്റീന ഫാനാണ്, മാരഡോണ മുതലുള്ള ആരാധകനാണ്. അപ്പൊ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പുറം. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്, തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ. അപ്പൊ അന്ന് മുതൽ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു എനർജിയാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ ഇവിടെ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അവരോടൊപ്പം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതെ, റിയൂണിയൻ. പഴയ കൂട്ടുകാരും ഇവരെല്ലാരും ഉണ്ട്. അർജന്റീനക്ക് എന്ത് സാധ്യതയുള്ളത്? മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ റൊണാൾഡോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. അപ്പൊ ശരിക്കും തീവാർന്ന മത്സരമായിരിക്കും. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് ഷോ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷോ എന്ന് പറയുന്നത് വേൾഡ് കപ്പാണ്. ഏറ്റവും വലിയ ഏതെടുത്ത് നോക്കിയാലും സ്ക്രീനിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും. അപ്പൊ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഷോന് ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു ആഘോഷങ്ങൾ വരുവാണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഉണ്ടാവില്ല, ഒറ്റക്കെട്ടായിട്ട്. ആ സ്പിരിറ്റാണ് നമുക്കിഷ്ടം. ആറാമത്തെ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ കടക്കുകയാണ്. മെസ്സി നിരാശയോടെ മടങ്ങുന്ന കാഴ്ച നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് കാണും. തിരിച്ചു വരവ് കാണാം. ഫ്രാൻസിന്റെ ഒരാള് ഫൈനൽ ആഘോഷിക്കാൻ ഇവിടെ എത്തോ? അല്ല, എംബാപ്പെ ശരിക്കും കഴിഞ്ഞ വേൾഡ് കപ്പില് 4 കളിയെ കളിച്ചുള്ളൂ. പക്ഷെ ലോക പ്രശസ്തനായി മാറി എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ് എംബാപ്പയില്. കാരണം അർജന്റീന വിറപ്പിച്ച ആളാണ്, ഫൈനലിലൊക്കെ നമ്മളിട്ട് വിറപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഈ ഒരെണ്ണം മതി ഈ 10 എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ആദ്യം പോയ ആൾക്കാരല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങ ഫൈനലൊക്കെ കപ്പടിച്ച ആൾക്കാരാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും. വലിയ ആഘോഷത്തോടെ തന്നെയാണ് ലോകകപ്പിനെ കാത്തിരിക്കുന്നത്. ടിനി പറയുന്നത് പോലെ അർജന്റീനയെ ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരുണ്ട്. മെസ്സിയെ ലോകകപ്പോടെ പറഞ്ഞയക്കാൻ കഴിയുമെന്നാണ് ടിനിയെ പോലുള്ള ആരാധകർ വിശ്വസിക്കുന്നത്. ക്യാമറമാൻ ഷാംലാലിനൊപ്പം ഞാനിപ്പോൾ ന്യൂസ്.
ഈ ആരവമായിരിക്കും ജൂലൈ 19 വരെ. അന്ന് ഏറ്റവും ഒടുവിൽ ആ കിരീടം ഉയർത്തുന്നത് കാണുന്നത് വരെ ഈ ആരവം തുടരുക തന്നെ ചെയ്യും. ഫുട്ബോളത്തിന് സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.